ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മിസ്സ് സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസിൽ നമുക്ക് തുടങ്ങാം. പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകാറുള്ള മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ ചെയ്യേണ്ടത് എന്താണ്? 2010 ചോദിച്ചതാണ്. കൗൺസിലിംഗ് നടത്തുക. പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകാറുള്ള മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ ചെയ്യേണ്ടത് കൗൺസിലിംഗ് നടത്തുക എന്നുള്ളതാണ്. അതുപോലെ ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് വളരെ അത്യാവശ്യമായി നൽകേണ്ട കൗൺസിലിംഗ് ആണ് പ്രതിരോധ കൗൺസിലിംഗ്. അപ്പോൾ ഇത് രണ്ടും ചോദിച്ചിരുന്ന ചോദ്യമാണ്. ഇനി നമുക്ക് ഈ കൗൺസിലിങ്ങിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. പ്രയാസം അനുഭവപ്പെടുന്ന വ്യക്തിക്ക് ഒരു വിദഗ്ധൻ നൽകുന്ന ശാസ്ത്രീയമായ സഹായ പ്രക്രിയയാണ് പ്രബോധനം അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തികൾക്ക് ഒരു വിദഗ്ധർ, അതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധർ ശാസ്ത്രീയമായ സഹായം നൽകുന്ന പ്രക്രിയയാണ് കൗൺസിലിംഗ് അഥവാ പ്രബോധനം എന്ന് പറയുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട വക്താവാണ് കാൾ റോജേഴ്സ്. അതുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്: മനോഭാവങ്ങളും വ്യവഹാരങ്ങളും പരിവർത്തനം ചെയ്യുന്നതിന് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ വ്യക്തിയുമായി പ്രത്യക്ഷത്തിൽ പുലർത്തുന്ന സമ്പർക്കത്തിൻ്റെ ശ്രേണിയാണ് പ്രബോധനം അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മനോഭാവങ്ങളും വ്യവഹാരങ്ങളും പരിവർത്തനം ചെയ്യുന്നതിന് നമ്മൾ സഹായം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആർക്കാണോ അത് ആവശ്യമുള്ളത് ആ വ്യക്തിയുമായിട്ട് പ്രത്യക്ഷത്തിൽ നടത്തുന്ന സമ്പർക്കത്തിൻ്റെ ശ്രേണിയാണ് കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രബോധനം എന്ന് പറഞ്ഞത് കാൾ റോജേഴ്സ് ആണ്. ഇനി പ്രധാനപ്പെട്ട ചില കൗൺസിലിംഗ് രീതികളാണ് നമ്മൾ നോക്കുന്നത്. 3 തരമാണുള്ളത്: നിർദ്ദേശരൂപ പ്രബോധനം, അതുപോലെ നിർദ്ദേശരഹിത പ്രബോധനം, അതുപോലെ സമ്മിശ്ര പ്രബോധനം. അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് നിർദ്ദേശരൂപ പ്രബോധനമാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ പ്രാധാന്യം കൗൺസിലിംഗ് ചെയ്യുന്ന കൗൺസിലർക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, സജഷൻസ് ഒക്കെ ഈ കൗൺസിലിംഗ് ചെയ്യപ്പെടുന്ന ആൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കൗൺസിലർക്കാണ് അവിടെ കൂടുതലായിട്ടും ഒരു മേൽക്കൈ ഉള്ളത്. ഇനി ഡയറക്റ്റീവ് കൗൺസിലിംഗ്, അതായത് നിർദ്ദേശരൂപ പ്രബോധനത്തിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് നമ്മുടെ കൗൺസിലർക്കാണ്. അതുപോലെ രണ്ടാമത്തേത് നിർദ്ദേശരഹിത പ്രബോധനമാണ് അല്ലെങ്കിൽ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആണ്. ഇത് കാൾ റോജേഴ്സിൻ്റെ ഒരു സജഷനാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവ്. നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലും കൗൺസിലിംഗ് ചെയ്യപ്പെടുന്ന ആൾ, അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സജഷൻസും അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ പറയുമ്പോൾ ഇവിടെ കൗൺസിലർ ഒരു ശ്രോതാവ് എന്നുള്ള റോളിലാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഈ വന്നിരിക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അദ്ദേഹത്തിന് കേൾക്കാൻ ഒരു ശ്രോതാവ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൗൺസിലർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൗൺസിലർക്ക് പരിമിതമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. അവിടെ കൗൺസിലിംഗ് ചെയ്യപ്പെടുന്ന ആളിനാണ് കൂടുതൽ പ്രാധാന്യം. ലാസ്റ്റ് വേണമെന്ന് പറയുന്നത് ഇലക്റ്റീവ് കൗൺസിലിംഗ് ആണ്. ഫ്രെഡറിക് സി തോൺ ആണ് ഇതിൻ്റെ ഒരു വക്താവ് എന്ന് പറയുന്നത്, ഫ്രെഡറിക് സി തോൺ. അപ്പോൾ അദ്ദേഹമാണ് ഈ സമ്മിശ്ര പ്രബോധനം അല്ലെങ്കിൽ ഇലക്റ്റീവ് കൗൺസിലിംഗിൻ്റെ വക്താവ്. അവിടെ 2 പേർക്കും ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷനാണ്. കൗൺസിലർക്കും കൗൺസിലിംഗ് ചെയ്യപ്പെടുന്ന ആളുകൾക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. അപ്പോൾ കൗൺസിലർ പഠിച്ചിട്ടുള്ള എല്ലാ തത്വങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാവരിലും ഒരുപോലെ പ്രയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വ്യക്തിവ്യത്യാസം അനുസരിച്ച് ആ സിദ്ധാന്തത്തിനൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്രോച്ചുകൾക്കൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയോ ഓൾട്ടർ ചെയ്തൊക്കെയാണ് ഈ സമ്മിശ്ര പ്രബോധനത്തിൽ വരുന്നത്. അപ്പോൾ അവിടെ കൗൺസിൽ ചെയ്യപ്പെടുന്ന ആളിൻ്റെ കാര്യങ്ങളും സജഷൻസും ഒക്കെ കൗൺസിലർ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ വ്യക്തികൾക്കും വേണ്ടുന്ന രീതിയിൽ അനുയോജ്യമായ രീതിയിലുള്ള സജഷൻസും കൊടുക്കുന്നുണ്ട്. അടുത്തത് നിയോഗരൂപ പ്രബോധനം. അത് അവതരിപ്പിച്ചത് E.G. വില്യംസൺ ആണ്. നിയോഗരൂപ പ്രബോധനം അവതരിപ്പിച്ചത് E.G. വില്യംസൺ ആണ്. ഈ പ്രബോധകന് മുഖ്യമായിട്ടുള്ള ഒരു സ്ഥാനം ലഭിക്കുന്ന കൗൺസിലിംഗ് രീതിയാണ് നിയോഗരൂപ പ്രബോധനം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കൗൺസിലർക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം. ഇനി പ്രബോധനം സ്വീകരിക്കുന്ന വ്യക്തി പ്രബോധന പ്രക്രിയയിലും പ്രശ്നപരിഹരണത്തിലും സജീവമായിട്ട് പങ്കാളിത്തം വഹിക്കുന്ന രീതിയാണ് നിയോഗരഹിത പ്രബോധനം. അപ്പോൾ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ കുമ്പളങ്ങി നൈറ്റ്സിനകത്ത് സൗബിൻ്റെ ക്യാരക്ടർ കൗൺസിലറെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തുറന്ന് പറയാനായിട്ട് പറയുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും അപ്പോൾ ആ പ്രശ്ന പരിഹാരത്തിനുള്ള സജീവ പങ്കാളിത്തം, അപ്പോൾ അവിടെ ഒരു ലിസണറായിട്ടാണ് കൗൺസിലർ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇയാളുടെ പ്രയാസങ്ങളൊക്കെ കൗൺസിലറുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ പ്രബോധനം സ്വീകരിക്കുന്ന വ്യക്തി പ്രബോധന പ്രക്രിയയിലും പ്രശ്ന പരിഹാരത്തിലും സജീവമായിട്ടുള്ള പങ്കാളിത്തം വഹിക്കുന്ന രീതിയാണ് നിയോഗരഹിത പ്രബോധനം. അതുപോലെ നിയോഗരൂപമാണെങ്കിൽ അവിടെ കൗൺസിലർക്കാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. ഇനി പ്രശ്നപരിഹാരത്തിന് വേണ്ടി വഴി കണ്ടെത്താനായിട്ട് വ്യക്തിയെ സഹായിക്കുന്ന പ്രക്രിയയാണ് മാർഗ്ഗദർശനം അല്ലെങ്കിൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഒരു പ്രശ്നപരിഹാരത്തിന് വഴി കണ്ടെത്താൻ വ്യക്തിയെ സഹായിക്കുന്ന പ്രക്രിയയാണ് മാർഗ്ഗദർശനം അല്ലെങ്കിൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഈ ഗൈഡൻസ് തന്നെ പല രീതിക്കുണ്ട്. നമുക്കറിയാം, വിദ്യാഭ്യാസ മാർഗ്ഗദർശനം, എഡ്യൂക്കേഷണൽ ഗൈഡൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അനുയോജ്യമായിട്ടുള്ള ഏത് കോഴ്സ്, ഇപ്പോൾ ഒരു +2 കഴിഞ്ഞപ്പോൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് രീതിയിൽ പോയാലാണ് നമുക്ക് നല്ലൊരു മെച്ചം കിട്ടുന്നത്, അങ്ങനെയുള്ള ഗൈഡൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തൊഴിൽ
മാർഗ്ഗദർശനം കൊടുക്കാറുണ്ട്. നമ്മൾ ഏത് ജോബ് സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്നത്, അങ്ങനെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗൈഡൻസ് കൊടുക്കുന്നതാണ് തൊഴിൽ മാർഗ്ഗദർശനം. അതുപോലെ തന്നെ പിന്നെ വരുന്നത് വൈയക്തിക മാർഗ്ഗദർശനമാണ്. സമൂഹവുമായിട്ട് നല്ല സംയോജനം കൈവരിക്കുന്നതിന് കുട്ടികളെ, ശിശുവിനെ സഹായിക്കുന്നതാണ് വൈയക്തിക മാർഗ്ഗദർശനം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നല്ല പെരുമാറ്റ രീതികളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുന്നതാണ് വൈയക്തിക മാർഗ്ഗദർശനം. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് വ്യക്തിപരമായ മാർഗ്ഗദർശനമാണ്. അപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സമൂഹവുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. വ്യക്തി ജീവിതത്തിലും ആധുനിക സമൂഹത്തിൻ്റെ അമ്പരപ്പിക്കുന്ന സങ്കീർണ്ണ സ്വഭാവം മാറ്റി വ്യക്തികളിൽ ആരോഗ്യകരമായിട്ടുള്ളൊരു ആത്മാവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് വ്യക്തിപരമായ മാർഗ്ഗദർശനം, വ്യക്തിപരമായ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി പലതരത്തിലുള്ള കൗൺസിലിങ്ങുകളുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദുരന്ത നിവാരണ കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രതിസന്ധി നിവാരണ കൗൺസിലിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ എല്ലാവരും തന്നെ പല മോശമായിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകാറുണ്ട് അല്ലേ. മാനസികമായിട്ട് നമ്മളെ തകർക്കുന്ന പല കാര്യങ്ങൾ, ഇപ്പോൾ ചില പ്രിയപ്പെട്ട ആൾക്കാരുടെ മരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിലോ പഠനത്തിലോ ഒക്കെ ഉള്ള തോൽവി, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വ്യക്തികൾക്ക് നമ്മളൊരു സപ്പോർട്ട്, ഒരു ഗൈഡൻസ്, അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുന്നതാണ് ദുരന്ത നിവാരണ കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രതിസന്ധി നിവാരണ കൗൺസിലിംഗ്. രണ്ടാമത് വരുന്നത് സുഖര കൗൺസിലിംഗ് ആണ്. അപ്പോൾ ക്രൈസിസ് കൗൺസിലിംഗ്, അതായത് പ്രതിസന്ധി നിവാരണ കൗൺസിലിംഗ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സുഖര കൗൺസിലിംഗ്, ഫെസിലിറ്റേറ്റീവ് കൗൺസിലിംഗ് എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പം കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മളൊരു കൗൺസിലറിൻ്റെ സഹായം തേടുന്നു അല്ലേ. ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ അവ്യക്തതകൾ നമ്മൾ നേരിടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കൗൺസിലറിൻ്റെ സഹായത്തോടു കൂടി അവരോട് ചർച്ച നടത്തി നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന കൗൺസിലിംഗ് ആണ് സുഖര കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ മുമ്പേ പറഞ്ഞ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ PYQയിൽ പറഞ്ഞിട്ടുള്ള പ്രതിരോധ കൗൺസിലിംഗ് ആണ്, പ്രിവെൻറ്റീവ് കൗൺസിലിംഗ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു രോഗം വരാൻ ചാൻസ് ഉള്ളപ്പോൾ നമ്മൾ വാക്സിൻസ് ഒക്കെ എടുക്കാറില്ല എന്ന് പറഞ്ഞ പോലെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് വരുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രതിരോധ മാർഗ്ഗം എന്നുള്ള രീതിയിലാണ് പ്രതിരോധ കൗൺസിലിംഗ് വരുന്നത്. അപ്പോൾ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് അതിനൊരു ഡിഫൻസ് എടുക്കുകയാണ് ചെയ്യുന്നതാണ് പ്രതിരോധ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ വികസന കൗൺസിലിംഗ് ആണ്, ഡെവലപ്മെൻറ്റ് കൗൺസിലിംഗ്. അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലുടനീളം ആവശ്യമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് വികസന കൗൺസിലിംഗ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഉയർച്ച വരാനും അനുകൂലമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനും നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ആയിട്ട് ഒത്തുപോകാനും അതുപോലെ തന്നെ അനുകൂല നേട്ടങ്ങൾ നമ്മൾ കൈവരിക്കുകയും കുട്ടികൾ അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധ്യപ്പെടുകയൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, നമ്മുടെ മുന്നോട്ടുള്ള വളർച്ച, നമ്മുടെ നല്ല ലെവലുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വികസന കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഒരു നല്ല കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഗുണങ്ങളാണ്. ഒന്ന്, സ്വീകരിക്കൽ. വരുന്ന ആ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വരുന്ന ആളെ നല്ല രീതിയിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കണം, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ ഒരു തന്മയീഭാവം, അതായത് അവരുടെ വിഷമങ്ങൾ, ഒരു എമ്പതി ഫീലിംഗ് അവരോട് ഉണ്ടായിരിക്കണം. അവരുടെ പ്രശ്നങ്ങളോടൊരു അനുഭാവപൂർവ്വം അവരെ പരിഗണിക്കാനും ആ ഒരു എമ്പതി നമുക്കും ആ ഒരു ഫീല് വരുന്ന രീതിയിൽ പെരുമാറാനും സാധിക്കണം. അതുപോലെ ഇണങ്ങിയിരിക്കൽ, അതിനോട് അവരുടെ പ്രശ്നങ്ങളോട് ഒത്തുചേർന്ന് പോകാനും അത് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു ശ്രമം കൗൺസിലറുടെ ഭാഗത്തു നിന്നാണ്. അതുപോലെ ഈ ഒരു മേഖലയിൽ നല്ല അറിവുള്ള ആളായിരിക്കണം, കൗൺസിലിംഗ് ചെയ്യാൻ നല്ല അറിവുള്ള ആളായിരിക്കണം. അതുപോലെ ആശയവിനിമയ വൈദഗ്ധ്യം, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും തിരിച്ചങ്ങോട്ട് അതിൻ്റെ പരിഹാരം പറഞ്ഞു കൊടുക്കാൻ നല്ലൊരു ആശയവിനിമയ ശേഷി വേണമല്ലോ. അതുപോലെ വൈകാരിക സ്ഥിരത വേണം. അപ്പോൾ അവരെത്ര വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നമ്മൾ നല്ല സ്റ്റേബിളായിട്ട് നിൽക്കണം, അല്ലാതെ അവരെ പോലെ നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൗൺസിലർക്ക് നന്നായിട്ട് അയാളുടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ സത്യസന്ധത, അതുപോലെ ആത്മാർത്ഥത, പിന്നെ നർമ്മം കലർന്ന രീതിയിൽ, സന്ദർഭത്തിനനുസരിച്ച് നർമ്മം കലർന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് സാധിക്കണം. അതുപോലെ ക്ഷമ വേണം, വളരെ പ്രധാനപ്പെട്ടതാണ് ക്ഷമ. അവരുടെ പ്രശ്നങ്ങൾ ക്ഷമാപൂർവ്വം കേൾക്കാനും ഫുള്ള് കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ ഉള്ളൊരു ക്ഷമ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് വേണം. അതുപോലെ ശ്രദ്ധാ നൈപുണ്യം വേണം, അവർ പറയുന്ന കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് കേൾക്കണം, എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, അത് നമ്മൾ ശ്രദ്ധയോടെ കേട്ടാലേ നമുക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ നല്ല നിരീക്ഷണ പാഠവും വേണം, അവരുടെ ഓരോ ചെയ്തികൾ അവർ വന്നിരുന്ന് പറയുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ്, അവർ പറയുന്ന രീതികൾ, അതിൽ നിന്നൊക്കെ നമുക്ക് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനും പരിഹാരം കണ്ടെത്തി കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. ഇനി ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് ആവശ്യമുള്ളത്? അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും താല്പര്യമില്ലാതെ എവിടെയെങ്കിലും മാറിയിരിക്കുന്ന കുട്ടികളെല്ലാം മിക്കയിടത്തും കാണുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ, എപ്പോഴും ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ വിഷമത്തോടെ ഇരിക്കുന്ന കുട്ടികൾ, പിന്നെ ഒരു കളികളിലൊന്നും പങ്കെടുക്കാതെ എല്ലാ പിള്ളേരിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന കുട്ടികൾ കാണുമായിരിക്കും, ഇപ്പോൾ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന, അവർക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒറ്റതിരിഞ്ഞ് നിൽക്കുന്നവർ, പിന്നെ ചില കുട്ടികളുണ്ട് ഭയങ്കരമായ ആക്രമണ വാസന കാണിക്കുന്നവർ, മറ്റു കുട്ടികളെ എപ്പോഴും ഉപദ്രവിക്കുന്നത്, അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമായിരിക്കും, അവർക്കും കൗൺസിലിംഗ് ആവശ്യമാണ്. ഒന്നിനോടും പ്രതികരിക്കാത്ത കുട്ടികൾ കാണും, ഒന്നും പറഞ്ഞാൽ എന്തായാലും ഒരു കുലുക്കമില്ല, എവിടെയെങ്കിലും
ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികൾ കാണും. അങ്ങനെയുള്ളവർക്കും അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കും കൗൺസിലിംഗ് ആവശ്യമാണ്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുട്ടികൾ കാണും, ഹയർ സ്റ്റഡീസിന് പോകേണ്ട, അവർക്ക് ഏതാണ് സെലക്ട് ചെയ്യുന്നത്, നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഗൈഡൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള കൗൺസിലിംഗ് ഒക്കെ വളരെയധികം അത്യാവശ്യമാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ നോക്കുകയാണ്. കൊഗ്നിറ്റീവ് തെറാപ്പിയുടെ ഉപജ്ഞാതാവ് ആറോൺ ബെക്കാണ്. അത് 2017 ചോദിച്ചിട്ടുള്ളതാണ്. കൊഗ്നിറ്റീവ് തെറാപ്പിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ആറോൺ ബെക്ക് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റാണ്. സൈക്കോ അനാലിസിസിൻ്റെ വക്താവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഫ്രോയിഡാണ്. സൈക്കോ അനാലിസിസിൻ്റെ വക്താവ് ഫ്രോയിഡാണ്. അപ്പോൾ കൊഗ്നിറ്റീവ് തെറാപ്പിയുടെ പിതാവ് എന്ന് പറയുന്നത് ആറോൺ ബെക്കാണ്. അതുപോലെ സൈക്കോ അനാലിസിസിൻ്റെ വക്താവ് ഫ്രോയിഡാണ്. അനലിറ്റിക്കൽ തെറാപ്പിയുടെ പിതാവ് കാൾ യുങ് ആണ്. അതും കേട്ടിട്ടുണ്ടായിരിക്കും. അനലിറ്റിക്കൽ തെറാപ്പിയുടെ വക്താവ് കാൾ യുങ് ആണ്. അതുപോലെ പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പിയുടെ വക്താവ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി, അത് കാൾ റോജേഴ്സിൻ്റെതാണ്, കാൾ റോജേഴ്സിൻ്റെയാണ്. അപ്പോൾ കൊഗ്നിറ്റീവ് തെറാപ്പി ആറോൺ ബെക്കാണ്. സൈക്കോ അനാലിസിസിൻ്റെ വക്താവ് ഫ്രോയിഡാണ്. അനലിറ്റിക്കൽ തെറാപ്പിയുടെ വക്താവ് കാൾ യുങ് ആണ്. പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പിയുടെ വക്താവ് കാൾ റോജേഴ്സുമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളും കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക്